പ്രിയമുള്ളവരെ നമസ്കാരം. ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ റണ്ണിങ്ങിലുള്ള ഒരു വെബ് സീരീസാണ് ഹാർട്ട് ബീറ്റ്സ്. ദീപക് സൗന്ദരരാജൻ കഥ എഴുതി ദീപക് സൗന്ദരരാജനും ഹാബീസും ചേർന്ന് സംവിധാനം ചെയ്ത ഒരു മെഡിക്കൽ ത്രില്ലർ ലവ് സ്റ്റോറിയാണ് ഹാർട്ട് ബീറ്റ്സ്. മലയാളത്തിൻ്റെ അനുമോളാണ് ലീഡിംഗ് റോൾ. മറ്റൊരു ലീഡിംഗ് റോളിൽ ദീപ ബാലുവാണ്. പുതിയതായി ഹോസ്പിറ്റലിൽ പഠിക്കാനെത്തുന്ന 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ, ഇവർക്കിടയിലെ ഈഗോ, പ്രണയം, മറ്റു വിഷയങ്ങൾ എല്ലാം ചേർത്ത് വളരെ മനോഹരമാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു വെബ് സീരീസാണ് ഹാർട്ട് ബീറ്റ്സ്. ഇതിനെടുത്ത് പറയേണ്ടത് അനുമോൾ അവതരിപ്പിക്കുന്ന ഡോക്ടർ റതിമാം എന്ന കഥാപാത്രമാണ്. തമിഴകത്തിൻ്റെ മുത്തായി മാറിയിരിക്കുകയാണ് ഈ മലയാളി നടി. സത്യം പറഞ്ഞാൽ അനുമോൾ ഈ വെബ് സീരീസിൽ അഭിനയിക്കുകയല്ല, മറിച്ച് ജീവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. മലയാളത്തിൽ അനുമോൾക്ക് വേണ്ടത്ര നല്ല കഥാപാത്രങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ജീര ഫ്രാൻസിസ്. മൂപ്പര് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഇനിയും റിലീസാകാത്ത തവളയോട് എന്ന സിനിമയിൽ വളരെയേറെ അഭിനയ പ്രാധാന്യമുള്ള ഒരു വേഷമാണ് അനുമോൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ തമിഴ് വെബ് സീരീസോടെ തമിഴകത്തെ വളരെ തിരക്കുള്ള ഒരു നടിയായി മാറിയിരിക്കുകയാണ് അനുമോൾ. ഹോസ്പിറ്റലിലെ ചീഫ് ഡോക്ടറായിട്ടാണ് അനുമോൾ ഈ വെബ് സീരീസിൽ അഭിനയിക്കുന്നത്. വളരെ പക്വതയാർന്ന ചെയ്യുന്ന ജോലിയോടും ആ ഹോസ്പിറ്റലിനോടും ആത്മാർത്ഥമായി തന്നെ കാണുന്ന സുന്ദരിയായ ഒരു ഡോക്ടർ. ഭർത്താവും 2 മക്കളും അടങ്ങുന്നതാണ് രതി ഡോക്ടറുടെ കുടുംബം. അവിടേക്ക് ക്ഷണിക്കപ്പെടാതെ എത്തുന്ന ഒരു അതിഥിയാണ് മറ്റൊരു ഡോക്ടർ കഥാപാത്രമായ റീന. രതി ഡോക്ടറും റീനയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സംഭവം രതി ഡോക്ടറുടെ പാസ്റ്റിൽ നടന്നിട്ടുണ്ട്. അത് ലോകമറിഞ്ഞാൽ പിന്നെ തല ഉയർത്തി നടക്കാൻ പോലും രതി ഡോക്ടർക്ക് കഴിയില്ല എന്ന സത്യം രതി ഡോക്ടറെ അസ്വസ്ഥയാക്കുന്നു. എന്നാലും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ രതി ഡോക്ടറും റീന ഡോക്ടറും മുമ്പോട്ട് പോകുന്നു. റീന ഡോക്ടറായിട്ട് അഭിനയിക്കുന്ന ദീപ ബാലു തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നായിക നടിയായി ഉയർന്നു വരുന്നൊരു താരമാണ്. സെൻറ്റിമെൻറ്റ് സീനുകളും റൊമാൻറ്റിക് സീനുകളും വളരെ തന്മയത്വത്തോടെ അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള ഈ നടിയുടെ കഴിവ് അപാരം തന്നെ. മനോഹരമായ കണ്ണുകളും ചിരിയുമുള്ള വളരെ ശാലീനത ഫീൽ ചെയ്യുന്ന ഭാവങ്ങളുമാണ് ദീപ ബാലുവിൻ്റെ പ്ലസ് പോയിന്റ്. ചാരുകേഷാണ് നായകൻ. വെബ് സീരീസിൽ പശ്ചാത്തലമാകുന്ന ഹോസ്പിറ്റൽ ഓണർമാരിൽ ഒരാളാണ് ചാരുകേഷ്. സൗഹൃദങ്ങളെ അത്രമേൽ ആഴത്തിൽ കാണുന്ന ഈ വെബ് സീരീസിൽ പ്രണയവും അതിൻ്റെ പരമമായ സത്യങ്ങളും വളരെ ആഴത്തിൽ തന്നെ അവതരിപ്പിക്കുന്നു. ഈ വെബ് സീരീസിലെ മറ്റൊരു ആകർഷണം പതിന കുമാർ എന്ന നടി അവതരിപ്പിക്കുന്ന നന്ദിനി സീനിയർ എന്ന കഥാപാത്രമാണ്. വളരെ മനോഹരമായിട്ട് അഭിനയിക്കുന്ന ഇവർക്കും തമിഴ് ഇൻഡസ്ട്രിയിൽ നല്ല സിനിമകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ സീരീസിലെ മറ്റൊരു നടിയാണ് യോഗലക്ഷ്മി അവതരിപ്പിക്കുന്ന തേജു എന്ന കഥാപാത്രം. അല്പം വില്ലത്തരവും കുശുമ്പും ഒക്കെയായി ഈ സീരീസ് നിറഞ്ഞു നിൽക്കുന്ന തേജു എന്തെങ്കിലും ഒരിക്കൽ ആ ഹോസ്പിറ്റലിൻ്റെ മുതലാളിയാകുകയോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ മുതലാളിയുടെ ഭാര്യയോ ആകുന്നത് സ്വപ്നം കണ്ടു നടക്കുന്ന മറ്റൊരു ഡോക്ടർ വിദ്യാർത്ഥി. വളരെ ടാലൻ്റുള്ള ഒരു അഭിനേത്രിയാണ് യോഗലക്ഷ്മി. ഈ സീരീസിൽ അരുണ എന്ന ഹെഡ് നേഴ്സായി അഭിനയിക്കുന്ന ഷർമിള താബയുടെ അഭിനയവും എടുത്തു പറയേണ്ടതാണ്. വളരെ രസകരമായി തൻ്റെ കഥാപാത്രം വളരെ മനോഹരമാക്കി തന്നെ ഷർമിള ടാബ് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റു 2 കഥാപാത്രങ്ങളാണ് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ തൻ്റെ മുറപ്പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കേണ്ടി വന്ന ഗുരു ലക്ഷ്മൺ അവതരിപ്പിക്കുന്ന രവി സീനിയറും മുറപ്പെണ്ണായി വരുന്ന രേവതി ഇളങ്കോ അവതരിപ്പിക്കുന്ന ഭാരതി എന്ന കഥാപാത്രവും. കൂടാതെ ഗിരി ദ്വാരകേഷിൻ്റെ സിനിമാ ഡോക്ടറും അമിത് ഭാർഗവൻ്റെ വില്ലൻ കഥാപാത്രമായ മിഥുനും ജയറാവുവിൻ്റെ ആർക്കയും സിന്ധു ശ്യാമിൻ്റെ ജെന്നിഫറും വർഷിണി സുരേഷിൻ്റെ സോണിയയും നമ്മുടെ സ്വന്തം റിയാസ് ഖാൻ, പിന്നെ പേരറിയാത്ത ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ ഈ സീരീസിൽ വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പ്രണയവും സൗഹൃദവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണോ എന്ന് തോന്നിപ്പോകും ഈ വെബ് സീരീസ് കണ്ടാൽ. അത്രയ്ക്ക് മനോഹരമാണ്. നിങ്ങൾ ഈ വെബ് സീരീസ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്തിരിക്കുന്ന അത് ഹോട്ട്സ്റ്റാർ തന്നെ ആയിരിക്കണം. എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഈ വെബ് സീരീസ് കണ്ടവരാണെങ്കിൽ ഈ വെബ് സീരീസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.